ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത്. നേട്ടത്തിന്റെ സമയത്ത് നിങ്ങളുടെ വേഗതയെക്കുറിച്ച് വിഷമിക്കേണ്ട. കുറഞ്ഞത് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിലും. അവർ ഉറങ്ങുമ്പോൾ ജോലി ചെയ്യുക, അവർ പാർട്ടി ചെയ്യുമ്പോൾ പഠിക്കുക, അവർ ചെലവഴിക്കുമ്പോൾ സംരക്ഷിക്കുക, അവർ സ്വപ്നം കാണുന്നത് പോലെ ജീവിക്കുക. സംസാരിക്കരുത്, പ്രവർത്തിക്കുക. പറയരുത്, കാണിച്ചു കൊടുക്കുക. വാഗ്ദാനം ചെയ്യരുത്, തെളിയിക്കുക. ആരെങ്കിലും നിങ്ങൾക്ക് വില നൽകുന്നില്ല എന്ന കാരണത്താൽ ഒരിക്കലും മികച്ചത് ചെയ്യുന്നത് നിർത്തരുത്. തോൽക്കാൻ മനസ്സില്ലാത്തവർക്കേ വിജയം കൈവരൂ. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. ജീവിത വിജയത്തിനായി ഓടുമ്പോൾ വഴിയിൽ വീണു പോയവർക്കും ഒരു കൈത്താങ്ങാകുക. ഒരുപക്ഷെ അവരായിരിക്കും നമ്മുടെ ജീവിതയാത്രയിലെ വെളിച്ചം. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല, അത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം മാത്രമാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത്. നാം ഭയപ്പെടുന്ന കാര്യങ്ങളല്ല, നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ ബോധമനസ്സിനെ കേന്ദ്രീകരിക്കുക എന്നതാണ് വിജയത്തിന്റെ താക്കോൽ. തോൽവി ഒരിക്കലും ഒരു അവസാനമല്ല, അത് വിജയത്തിന്റെ ചവിട്ടുപടിയാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നേറുക. വിജയം നിങ്ങളെ തേടിയെത്തും. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിത വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. തല ഉയർത്തി നോക്കുക, എങ്കിലേ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാനുള്ള ആകാശം കാണാനാകൂ. എന്നാൽ ഇടയ്ക്ക് തല താഴ്ത്തി നോക്കുക, നിങ്ങളുടെ വേരുകൾ മറക്കാതിരിക്കാൻ. ജീവിതത്തിൽ നമ്മെ തളർത്താൻ ശ്രമിച്ചവരെ നാം വെല്ലുവിളിക്കേണ്ടത് നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല, പകരം നമ്മുടെ വിജയം കൊണ്ടാണ്. ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കൂ. പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കും. മറ്റുള്ളവരെ സ്നേഹിക്കാൻ നാം മറന്നുപോയാൽ ജീവിതത്തിൽ നാം വെട്ടിപ്പിടിച്ച വിജയങ്ങളെല്ലാം വെറുതെയാണ്. മനസ്സിന് എന്തിനേയും താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ ശരീരം താനെ ലക്ഷ്യത്തിലേക്ക് കുതിക്കും. എന്നാൽ മനസ്സിന് കരുത്തില്ലെങ്കിൽ ശരീരം എത്ര ബലവത്തായിട്ടും കാര്യമില്ല. ഈ പരാജയം ജീവിതത്തിന്റെ അവസാനമല്ല എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം ആരംഭിക്കുകയായി. വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തോൽക്കാനും പഠിക്കണം. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. വിജയം തോൽവിയെ ഭയപ്പെടുത്തുന്നവർക്ക് മാത്രമുള്ളതാണ്. ജീവിത വിജയം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചിലർക്കത് പണമായിരിക്കാം, ചിലർക്ക് സ്നേഹമുള്ള കുടുംബമായിരിക്കാം, ചിലർക്ക് നല്ല ജോലിയായിരിക്കാം. മറ്റുള്ളവരുടെ വിജയത്തിന്റെ അളവുകോൽ കൊണ്ട് സ്വന്തം വിജയം അളക്കാതിരിക്കുക. സ്വന്തം ജീവിത വിജയം സ്വയം കണ്ടെത്തുക. നിങ്ങളുടെ മികച്ച അധ്യാപകൻ നിങ്ങളുടെ അവസാന തെറ്റാണ്. ആരും ആരുടെയും നന്മ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ വിജയത്തിനായി മാതാപിതാക്കളോട് മാത്രം പ്രാർത്ഥിക്കുക. നമ്മൾ ജീവിതത്തിൽ എന്തു ചിന്തിക്കുന്നുവോ അത് ആയി മാറുന്നു. മുകളിലേക്ക് കയറുന്നത് എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലായാലും നിങ്ങളുടെ കരിയറിന്റെ മുകളിലായാലും ശക്തി ആവശ്യപ്പെടുന്നു. ഒരു മികച്ച പുസ്തകം 100 നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ്. എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു ലൈബ്രറിക്ക് തുല്യമാണ്. ധൈര്യത്തോടെ മുന്നോട്ട് പോകുക, കാരണം വിജയിക്കാൻ അത് തുടരേണ്ടത് ആവശ്യമാണ്. നിർത്തുന്നവർ ജീവിതത്തിൽ ഒന്നും നേടുന്നില്ല. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല. തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം. കഠിനാധ്വാനമാണ് വിജയത്തിലേക്കുള്ള വഴി. ചിന്തയാണ് മൂലധനം, സംരംഭമാണ് വഴി, കഠിനാധ്വാനമാണ് പരിഹാരം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് കാറ്റിന്റെ ദിശ മാറ്റാൻ കഴിയില്ല, പക്ഷേ എപ്പോഴും എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ എനിക്ക് എൻ്റെ കപ്പലുകൾ ക്രമീകരിക്കാൻ കഴിയും. നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുക. നിങ്ങൾ പ്രയത്നത്തിന്റെ പാതി വഴിയിലാണ്. മറ്റൊരു ലക്ഷ്യം വയ്ക്കുന്നതിനോ പുതിയ സ്വപ്നം കാണുന്നതിനോ നിങ്ങൾക്കൊരിക്കലും പ്രായമായിട്ടില്ല. ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയുടെ തുടക്കത്തിലെ നമ്മുടെ മനോഭാവമാണ് മറ്റെന്തിനേക്കാളും അതിന്റെ വിജയകരമായ ഫലത്തെ ബാധിക്കുക. നിങ്ങൾ മെച്ചപ്പെടുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുകയുള്ളൂ. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഭയത്തിന്റെ മറുവശത്താണ്. വിജയിക്കാനുള്ള നമ്മുടെ നിർവചനം വേണ്ടത്ര ശക്തമാണെങ്കിൽ പരാജയം ഒരിക്കലും നമ്മെ മറികടക്കുകയില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു മുമ്പ് നിങ്ങൾ സ്വപ്നം കാണണം.
ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്